ഇത് നമ്മളുടെ ഹണിമൂൺ ട്രിപ്പാണ്. ഞങ്ങൾ ബുള്ളറ്റൊക്കെ എടുത്ത് ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. വയനാട് ചുരം കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ലൈറ്റ് മഴയും ചെറിയ കോടയും ഉണ്ടായിരുന്നു. അപ്പോൾ റൈഡ് നല്ല രസമായിട്ട് പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഊര് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടേക്കുള്ള ടിക്കറ്റും എടുത്തു, ജീപ്പിൽ അങ്ങോട്ട് പോയി. ഇതൊരു വില്ലേജിൻ്റെ ഒരു രൂപകൽപ്പന മാത്രം. അവിടെ ആരും സ്റ്റേ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, പഴയ ഒരു വീട്, അതിൻ്റെ ഒരു ആംബിയൻസ്, എന്താ നമ്മളെക്കാട്ടി അത് കൂടുതൽ എൻജോയ് ചെയ്യുക എനിക്ക് തോന്നുന്നത് പുറത്തുള്ള ആളുകളായിരിക്കും. പുറത്ത് രാജ്യത്തു നിന്ന് വരുന്നവർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതൊരു വ്യൂ പോയിൻ്റ് കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്. ചുറ്റും നല്ല മലകളും ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ലൊരു സീനറി തന്നെയാണ് ഉള്ളത്. അവിടെ നമ്മൾ നേരെ പോയത് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കായിരുന്നു. സിൽവർ വുഡ്സ് റിസോർട്ടായിരുന്നു അത്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ വക കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു അത്. നമ്മൾ നേരെ പോയത് അതിൻ്റെ റിസപ്ഷനിലേക്കാണ്. റിസപ്ഷൻ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആയിരുന്നു. അവിടുന്ന് തന്നെ ബാണാസുരൻ്റെ നല്ലൊരു വ്യൂ അവിടുന്ന് നമുക്കുണ്ടായിരുന്നു. ബാണാസുര നദിയിൽ നിന്ന് വരുന്ന നദീൻ്റെ സൈഡിലുള്ളൊരു വ്യൂ പോയിൻ്റ് റിസോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ. അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മളെ റൂമിലേക്കാണ്. അപ്പോൾ നമ്മളെ റൂമിലേക്കുള്ള വഴി തന്നെ ഒരു ജംഗിൾ വൈബൊക്കെ ഉള്ളൊരു റൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ റൂമിൽ പോയി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ കോട്ടേജാണ്. അപ്പോൾ അതിൽ ഒരു ജക്കൂസി ഉണ്ട്, അതേപോലെ നല്ലൊരു വ്യൂ ഉള്ളൊരു റൂമായിരുന്നു അത്. നമ്മൾ റൂം നമ്പർ വരുന്നത് 304 റൂമിലേക്കുള്ള വഴി തന്നെ കണ്ടറിയാം. ചെറിയൊരു പാലകമായിട്ട് നല്ല രസമുള്ള ഒരു വഴിയായിരുന്നു. അതേപോലെ റൂം നിൽക്കുന്ന ഒരു 4 പില്ലറിൻ്റെ മുകളിലാണ്. ഇനി നമുക്ക് ചെറിയൊരു റൂം ടൂർ ആവാം. റൂമിൽ ഒരു ഡബിൾ ബെഡുണ്ട്, അതേപോലെ TV, ഒരു ബാത്റൂം, അതേപോലെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നേരെ റിവർ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബാൽക്കണിയാണ്. നമുക്ക് അവിടുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. പിന്നെ ബാൽക്കണിയിൽ തന്നെ അതിൻ്റെ ഒരു ജക്കൂസിയും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു വില്ലൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്.